So hello guys, welcome back to our YouTube channel. So this is Anash. This is Ashish. And we are D Company. Yes. So നമ്മൾ in the back with another video. നമ്മുടെ ഒരു മലയാളി സബ്സ്ക്രൈബർ പറഞ്ഞൊരു സംഭവമാണ്. Yes. The unassainable. We don't know it is. I think it is Malayali. I guess. I think Malayali ആണ് തോന്നുന്നു. It's a subscriber. നമ്മളൊരു subscriber പറഞ്ഞിട്ട് react ചെയ്യുന്ന ഒരു വീഡിയോ. Actually happy. മലയാളത്തിൽ നമുക്ക് കിട്ടുന്നുണ്ട് കുറേ പേര്. So മലയാളീസ് എന്താണ് മലയാളീസ് സബ്സ്ക്രൈബ് ചെയ്യാത്തത്? നമ്മൾ നമ്മളിപ്പോൾ തുടങ്ങിയിട്ടുള്ളൂ. പറയുന്ന സാധനം എല്ലാം നമ്മൾ സബ്സ്ക്രൈബ് ചെയ്യും. സബ്സ്ക്രൈബ് അല്ല, റിയാക്ട് ചെയ്യും. ഓക്കെ, സംഭവം എന്താ വെച്ചാൽ നമ്മുടെ അൺഅസൈനബിൾ തെസ്പിയൻ എന്ന് പറഞ്ഞിട്ട് ട്രിബ്യൂട്ട് ടു മോഹൻലാൽ AK ലാലേട്ട എന്ന് പറഞ്ഞിട്ട് ബർത്ത്ഡേ സ്പെഷ്യൽ മാഷപ്പ് ആണ്. അതെ, ആ പുള്ളി നമുക്ക് റെക്കമെൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. പോസ്റ്റഡ് ബൈ RCM Promo and Remix. നമ്മൾ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. പ്രണവ് ശ്രീ പ്രസാദ് നമ്മൾ ഓൾറെഡി പുള്ളി ചെയ്തിട്ടുണ്ട്. അപ്പൊ നമ്മുടെ സബ്സ്ക്രൈബർ ആയിട്ടുള്ള പുള്ളി പറഞ്ഞു ഇതും കൂടെ റിയാക്ട് ചെയ്യാൻ, ബിക്കോസ് ദിസ് ഇസ് ദ ആക്ച്വൽ This came 4 years back actually. Yes. And also there is also one other thing, alle. By the way, day before yesterday, he got the award, Dada Saheb Phalke award. Yes. And we are so happy for him. Actually, my favorite hero is Laleta. Yes. Adu etra idaanennallu Laleta is my favorite hero. So I'm so happy for him. And favorite hero. So we don't want to keep you wait. We'll get into the video. Actually, I think the 4 years മുമ്പ് വന്നതാണ്. So recent movies ന്റെ ഡീറ്റെയിൽസ് ഒന്നും ഉണ്ടാവില്ല. സോ നിങ്ങൾ വിചാരിക്കില്ല നമ്മൾ ചുമ്മാ തന്നെ പിന്നെ ചെയ്യാൻ, നമ്മുടെ അടുത്ത് പറയുന്നതാണ്. നമുക്ക് ഇൻസ്റ്റാഗ്രാമിലും വാട്സാപ്പിലും ഇൻസ്റ്റാഗ്രാമിലും മാത്രമല്ല, ഒരു പ്രാവശ്യം മാത്രമല്ല, നമ്മളിടുന്ന എല്ലാ വീഡിയോയിലും മൂപ്പര് കമന്റ് ചെയ്തിട്ടുണ്ട്. സോറി, വൈ? ബിക്കോസ് നമുക്ക് ഓൾറെഡി കുറെ നമ്മളൊരു സ്കെഡ്യൂൾ പോലെ ഇട്ട് വെച്ചിട്ടുണ്ട് വാച്ച് ലേറ്ററിൽ. അപ്പൊ അതിനകത്ത് കുറെ റിയാക്ഷൻസ് എല്ലാം ചെയ്ത് നിങ്ങളുടേത് നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇപ്പോഴാണ് നമ്മൾ അതിന്റെ ഒരു കറക്റ്റ് ഒരു ഇതിൽ വന്നത്. ഓക്കെ, സോ ടൈറ്റ് ആയിട്ട് കുറെ സംഭവങ്ങൾ അതേപോലെ വന്നത്. എനിവേ നമ്മളിത് സ്റ്റാർട്ട് ചെയ്യാൻ പോകണം. അപ്പൊ നമ്മൾ വെറുതെ ചെയ്യല്ല, നമ്മളിത് പറയുന്നത് അനുസരിച്ച് നമ്മളതിന് ഷെഡ്യൂൾ കറക്റ്റ് ആക്കിയിട്ട് ആൾക്കാർക്ക് നമ്മൾ കാണണം ആഗ്രഹമുള്ളതാണ് നമ്മൾ ചെയ്യുന്നത്. യെസ്. സോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. 3, 2, 1 and go. Disclaimer. Copyright disclaimer. He's been a superstar as long as I can remember, because there's only one Mohanlal that happens once in 100 years, I think. I think when you see him on screen, there's a magic. See, അദ്ദേഹം ഒരു അവതാരമാണ്. പാട്ട് ആനന്ദ നടനം അവൻ ആടി എന്നാണ്. ഇനി എന്റെ വീട്ടിൽ പോവുകയോ രഞ്ജിനിയോട് സംസാരിക്കാൻ ഞാൻ അച്ഛനായിട്ട് അഭിനയിക്കുമ്പോ എന്റെ മകനാണെന്ന് പൂർണ്ണമായിട്ടും തോന്നിയിട്ടുള്ളത് ലാലന്റെ കൂടെ അഭിനയിക്കുമ്പോൾ. നിന്റെ അച്ഛനാ പറയുന്നത്, കത്തിതായിടുക. Mohanlal, it is the ease with which, the nuances that he picks up. മഞ്ഞൾ വിരിഞ്ഞ പൂക്കൾ എന്ന് പറയുന്ന സിനിമയിൽ യു ലുക്ക് വെരി അഗ്ലി ഇൻ ദാറ്റ് ഫിലിം. ഇപ്പൊ എന്റെ മുന്നിൽ വെക്കുന്ന മോഹൻലാൽ എന്ന് പറയുന്നത് യു ലുക്ക് ഇൻക്രെഡിബിളി ഹാൻസം. ആയിരിക്കും. ഞാൻ ഭയങ്കര ഗ്ലാമർ ആയിരുന്നു കുറച്ചു കാലം മുമ്പ്. മോഹൻലാൽ ചിരിച്ചാൽ it will be like a lighthouse. ഇപ്പോഴും മോശമൊന്നുമില്ല. ഇല്ല. Still I love you. പോരുന്നോ എന്റെ കൂടെ?
ഞാൻ ക്ലാരെ മാരി ചെയ്യട്ടെ? ഞാൻ അമ്മച്ചേ സാഗർ കോട്ടപ്പുറം എന്ന് പറഞ്ഞ് 24 hours വെള്ളമടിച്ച് നടക്കുന്ന അദ്ദേഹത്തെ ഏതെങ്കിലും ഒരു നടൻ ലോകത്തിൽ അവതരിപ്പിച്ചാൽ ഞാൻ ഈ പണിയുന്നത്. അഭിനയിക്കാൻ ഏറ്റവും പ്രയാസമുള്ള ഒരു കാര്യമാണ് ഒരു സീൻ അഭിനയിപ്പിച്ച ഒരാളെ ചിരിപ്പിക്കുക. നീ എന്താ ഈ കത്തി വേഷത്തില്? ഈ ഹരിക്കുമ്പോഴും കുളിക്കുമ്പോഴും ഉത്തര ശനിയാണെന്ന് തോന്നിയാവുന്ന ഹജ്ജ് കുളിക്കാൻ നോക്കുന്നല്ലേ? ശരി സഹോദരി, ഞാൻ കണ്ട് കിണ്ടി കോട്ടത്തിൽ നമ്മൾ ബിയർ അടിക്കാൻ ഡെറാഡൂണിൽ അച്ഛനെ കാണാൻ കോട്ടത്തിൽ നമ്മൾ ഓടിച്ചിട്ട് കോട്ടത്തിൽ നമ്മൾ എന്താണ് ഇത്? കൊല വഴിപ്പിക്കാൻ ചാക്കി കെട്ടി വെച്ചിരിക്കുന്ന പോടെ കുറെ സമയമായിട്ട് കളിയാക്കണം. മലയാളം അറിയാമോ? മലയാളം എടോ അപ്പനെന്ന് പേരുള്ള തേർഡ് റേറ്റ് ചെറ്റെ താൻ ആരാടോ? നാട്ടുരാജാവ്. നിന്റെയൊക്കെ സർവീസ് നിഘണ്ടുവിലെ തലയിൽ കിരീടമുള്ളവന്മാർക്ക് അവന്റെയൊക്കെ തന്ത ഉണ്ടാക്കിയ നിയമം അല്ലേ? സിൻസ് ദ ലോ ഈസ് ഓൾവേസ് എബോവ് ദ ലോ. എടുത്ത് കാർക്കിച്ച് തുപ്പും സക്കീർ ഹുസൈൻ. മാറാഞ്ചേരി കരുണാകര മേനോന്റെ മാനത്തിന് വില പറയാമെന്ന പട്ടി ചവിട്ടി നെഞ്ചുകൂടി ഞാൻ പിടിക്കും. ഇവിടെ കളിയിറക്കാൻ ഇത് അങ്ങേർക്ക് വേണ്ടി കുടിക്കുന്നത് ഓൾഡ് ഫ്യൂഡൽ ലോ. മംഗലശ്ശേരി നീലകണ്ഠന് വേണ്ടി. എന്റെ ഭീഷണി എന്ന് പറഞ്ഞ ചില ഊച്ചാളി രാഷ്ട്രീയക്കാരെ കൂട്ടി സ്ഥലം മാറ്റിക്കളയെന്നൊന്നാവില്ല. കൊന്നളെ ഞാൻ. ഒന്നും നടന്നില്ലെങ്കിൽ തന്നെ പച്ചയ്ക്ക് കൊളുത്തിയിട്ടേ ജഗന്നാഥ് മണ്ണിൽ. ഞാനിങ്ങനെ പൂരത്തിന്റെ സാമ്പിൾ വെടിക്കെട്ട് നടത്തുന്ന പോലെ ഈ 1.5 ഇഞ്ചിൽ സവാരി ഗിരിഗിരി നടത്തും. മോനെ ദിനേശ, എന്നെ തടയാൻ നിൽക്കല്ലേ? തടഞ്ഞാൽ നിന്നെ ഈ പെരുവഴിയിലിട്ട് തല്ലി ചതക്കിയല്ല, കുത്തിക്കൊല്ലും ഞാൻ. തട്ടുമെന്ന് പറഞ്ഞാൽ തട്ടും. വേലായുധനെ നേരെ നിന്ന് അടിക്കാനുള്ള ചങ്കുറപ്പ് നിനക്കായിട്ടുണ്ട്. ഇപ്പൊ അടിക്കണം. ഒറ്റത്തന്തയ്ക്ക് ഉണ്ടായതാണ്. എന്തോ എന്നെ ഇഷ്ടമാണ് ആളുകൾക്ക്. മോഹൻലാല് പാട്ടുകൾക്ക് ചുണ്ടനക്കുമ്പോൾ അവിടെ നമ്മൾ ദാസേട്ടനെ മറക്കുന്നു, ജയചന്ദ്രനെ മറക്കുന്നു, ഹരിഹരനെ മറക്കുന്നു. സർവ്വ പാട്ടുകാരെ മറന്നിട്ട് ഇത് മോഹൻലാലാണ് പാടുന്നത് നമുക്ക് തോന്നിപ്പോറുണ്ട്. സംഗീതം അറിയുന്തോറും മകനം കൂടുന്ന മഹാസാഗരം. മോഹൻലാലിന് മാത്രമേ ആ സ്വാമിനാഥയിലെ സ്വരങ്ങള് ഒറ്റ ഷോട്ടാണ്. ഇത് മോഹൻലാൽ ഒറ്റ രീതിയിൽ പാടിയില്ല. ജഗദാനന്ദം സംഗീതം ആനന്ദാനന്ദം സംഗീതം സംഗീതം. നല്ല നടന്മാർ ഒരുപാട് പേരുണ്ട്. എങ്കിലും ഇപ്പൊ ഇന്നത്തെ കോണ്ടെക്സ്റ്റിൽ പറയുകയാണെങ്കിൽ മോഹൻലാലാണ് ഒരു മഹാനായ നടൻ.
ലാലിൻ്റെ റേഞ്ച് എന്ന് പറയുന്നത് വളരെ വലുതാണ്. ശരിക്കും ഷൂ നക്കുക തന്നെയായിരുന്നു. ഷോട്ട് എടുത്തു കഴിഞ്ഞിട്ട് അമരീഷ് പുരി കെട്ടിപ്പിടിച്ചിട്ട് കരഞ്ഞു. ലോകത്തൊരു നടൻ ചെയ്യും. മോഹൻലാലിന്റെ കണ്ടുപിടി നഖത്തിന്റെ അറ്റം പോലും അഭിനയിച്ചു. He is one of the finest actors in the country today. He's so effortless in his performance. ഏത് വേഷം അല്ലെങ്കിൽ ചേരുകയും അത് മനോഹരമായി ചെയ്യുന്ന ഏക നടൻ ഇപ്പൊ ജീവിച്ചിരിക്കുന്നതിൽ മോഹൻലാൽ മാത്രമേ ഉള്ളൂ. മോഹൻലാലിനെ പോലെ ആർക്കും അഭിനയിക്കാൻ പറ്റില്ല. ഒരേ ഒരു രാജാവ്. മോഹൻലാൽ എന്നെ വിസ്മയിപ്പിച്ച പോലെ ആരും വിസ്മയിപ്പിച്ചിട്ടില്ല. മോഹൻലാൽ വിസ്മയങ്ങളുടെ അവസാനിക്കാത്ത ഒരു ഖനിയാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. Actually, this edit actually. Yeah, this video I have watched. It is actually content. Then it came 4 years back. I think I have watched when it came because obviously you haven't watched it. I haven't watched. It is actually content, but that's what. By the way, He is പണ്ടത്തെ ആ എന്ത് ഒരു മനുഷ്യനാണ്. പക്ഷെ പണ്ടത്തെ ആ ഒരു കോമഡി ആ ഒരു എക്സ്പ്രഷൻസ് ഇപ്പൊ അങ്ങനെ ആ ഒരു ക്ലിക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനനുസരിച്ചുള്ള സ്റ്റോറി ലൈൻസ് കിട്ടുന്നില്ല. പണ്ടത്തെ ആ ഒരു സ്റ്റോറി പോലെ പണ്ട് പുള്ളി ചെയ്തോണ്ടിരിക്കുന്നത് ആ ഒരു ടൈമിലെ കോമഡി അല്ല. ഇപ്പോ റൈറ്റ് നൗ ഇപ്പോ നമ്മുടെ ഞാൻ പറഞ്ഞുതരാം, ഹൃദയപൂർവ്വത്തിനകത്ത് ഇറ്റ്സ് ലൈക്ക് പണ്ടത്തെ ഒരു കുറെ സ്റ്റൈലൊക്കെ വന്നിട്ടുണ്ടെന്ന് പറഞ്ഞു കേട്ടു. അതേപോലെ തുടരത്തിനകത്ത് ചില കോമഡീസ് പണ്ടത്തെ പോലെയൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാലേ പക്ഷെ എനിക്ക് തോന്നുന്നു അത് ഒരു ഏജ് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവര് ആ കോമഡി പണ്ടത്തെ ആ ഒരു ഞാൻ നമ്മുടെ തരുൺ മൂർത്തി ഇല്ലേ, തുടരത്തിന്റെ ഡയറക്ടർ, പുള്ളിക്കാരൻ ഒരു ഇന്റർവ്യൂ ഉണ്ട്. അപ്പൊ മൂപ്പര് പറയുന്നുണ്ട് അതിനകത്ത് എന്നുവെച്ചാൽ ലാലേട്ടൻ്റെ അടുത്ത് ഒരു സീൻ പറഞ്ഞു. ലാലേട്ടൻ ഒരു സീൻ അഭിനയിച്ചു കഴിഞ്ഞിട്ട് ലാലേട്ട ഒരു ടേക്കും കൂടെ പോവാം എന്ന് പറഞ്ഞു കഴിഞ്ഞ് രണ്ടാമത് ആ സീൻ ഷൂട്ട് ചെയ്യുമ്പോൾ വേറെ ടൈപ്പ് ആക്ടിങ് ആണ്. എന്നുവെച്ചാൽ അല്ല ലാലേട്ട മുമ്പുണ്ടായിരുന്ന ആ ഒരു സ്റ്റൈല് മതി, ഓക്കെ മതി നമുക്ക് ശരിയാക്കാം എന്ന് പറഞ്ഞിട്ട് പിന്നെ ആക്ട് ചെയ്യുമ്പോൾ പിന്നെ വേറൊരു സ്റ്റൈലാണ്. അപ്പൊ എല്ലാ സ്റ്റൈലും ബെസ്റ്റാണ്. അതിൽ ചൂസ് ചെയ്യുന്ന വെച്ചാൽ ഒന്നിൽ കൂടുതൽ ടേക്ക് പോകുമ്പോൾ അവർക്ക് തന്നെ ഡയറക്ടേഴ്സിന് തന്നെ കൺഫ്യൂഷൻ ആണ് ഏത് ഇതെടുക്കണം എന്നുള്ളത്. അങ്ങനത്തെ ബെസ്റ്റ് ആയിട്ട് ഓരോന്നോരോന്ന് കൊടുക്കുന്നത്. സോ നമുക്ക് മോഹൻലാലിനെ പിന്നീട് ഡിസ്കസ് ചെയ്യാം. കുറെ ഉണ്ട് ഡിസ്കസ് ചെയ്യാൻ. Once again, we congratulate you for getting the award. And വേറെന്താണ് ഇപ്പോൾ നമ്മൾ, if you're new to the channel, go watch other videos and subscribe to our channel and do let us know what we should react on next. And until then, bye.